ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 11 അധ്യായം അതിൻ്റെ 7 വാക്യം. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തെരഞ്ഞെടുത്തത് പ്രാപിച്ചില്ല, തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. വചനം പറയുകയാണ്, ഇസ്രായേൽ താൻ തെരഞ്ഞെടുത്തത് പ്രാപിച്ചില്ല, തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. റോമസഭയോട് ലേഖനം കൈമാറുമ്പോൾ പറയുന്നു തെരഞ്ഞെടുക്കപ്പെട്ടവർ. യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് കർത്താവ് തന്നെ പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. പ്രിയരെ, ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. നമുക്ക് കർത്താവിനോട് വല്ലാണ്ടങ്ങ് ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ പോയതൊന്നുമല്ല. ദൈവത്തിന് തോന്നിയ മനസ്സലിവ്. ദാവീദ് പറയുന്നുണ്ട്, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. 139 സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്ന പാട്ടാണ്. ദാവീദ് വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ വന്നതൊന്നുമല്ല, ദൈവം എന്നെ കണ്ടതാണ്. പ്രിയരെ, ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിനകത്ത് കോരേശ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പേ പേര് പറഞ്ഞ് പ്രവചിച്ച ഒരു പ്രവചന ശബ്ദം ബൈബിളിനകത്ത് കിടപ്പുണ്ട്. ഇതുപോലെയാണ് എഫെസ്യ ലേഖനത്തിനകത്ത് പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് നമ്മളെ കണ്ടു. ഇവിടെ പറയുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ശേഷമുള്ളവർ ആരാണ്? ദൈവത്തെ അറിയാതെ, ദൈവത്തെ മനസ്സിലാക്കാതെ, ദൈവസ്നേഹത്തിനകത്ത് വരാതെ തള്ളപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ച് പറയുന്നു. അവർ കഠിനപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് ഫലം കായ്ക്കാനും ആ ഫലം നിലനിൽക്കാനും നമ്മളെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ആ മഹാസ്നേഹം. കാൽവരിയിൽ 3 ആണിമേൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന ആ പ്രാണപ്രിയൻ പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോഴും പാപത്തിൻ്റെ അഴുക്കുചാലിൽ കിടന്ന എന്നെ കണ്ട ആ നല്ല കർത്താവ് ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് പ്രിയരെ, തിരഞ്ഞെടുത്തത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത് ഇന്നും അനുഗ്രഹിക്കപ്പെട്ടൊരു ആയുധമാക്കി ദൈവം നിർത്തിയിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ മനസ്സലിവും കരുണയും അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.